നമസ്കാരം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പനി വന്നിട്ടുണ്ടോ? ജീവിതത്തിൽ ഇതുവരെ പനി വരാത്ത ആരെങ്കിലും ഉണ്ടോ? പനി വന്നപ്പോൾ പാരസെറ്റമോൾ കഴിച്ചിട്ടുണ്ടോ? പനി വരുമ്പോൾ നിങ്ങളാരെങ്കിലും പാരസെറ്റമോൾ കഴിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാരസെറ്റമോൾ കഴിച്ചിട്ടുണ്ടോ? പാരസെറ്റമോൾ കഴിക്കുന്നതും അതിൽ നിന്നുള്ള കുറേ പഠനങ്ങളുമാണ് ഞാനിന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. പാരസെറ്റമോൾ കഴിക്കുന്ന ആ ഒരു രീതി, പാരസെറ്റമോൾ എന്ന് തന്നെ എടുക്കണമെന്നില്ല, ആ രീതിയിലുള്ള ഏത് ഗുളികകളും കഴിക്കുന്നത് എങ്ങനെയാണ്? മിക്കവാറും നമ്മൾ ഗുളിക എടുത്തിട്ട് കയ്യിൽ വയ്ക്കും, മറുകൈയിലൊരു ഗ്ലാസ് വെള്ളം എടുക്കും. എന്നിട്ട് എന്തായിരിക്കും ആ രീതി എങ്ങനെയാണ്? ആദ്യം വെള്ളം ഒരു ഇറക്ക് കുടിക്കുന്നു, ഗ്ലാസ് അവിടെ വെച്ചു, ഗുളിക എടുക്കുക, അകത്തേക്കിടും അല്ലേ, എന്നിട്ട് ഉടനെ തന്നെ വെള്ളം കുടിക്കും. ഈ ഒരു രീതിയാണ് ബഹുഭൂരിപക്ഷം പേരും ഗുളിക കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ എൻ്റെ ഓഫ്ലൈൻ ഓൺലൈൻ വർക്ക്ഷോപ്പുകളിൽ പലപ്പോഴും ഈ ചോദ്യം ചോദിക്കാറുണ്ട്. എൻ്റെ ശില്പശാലയിൽ പങ്കെടുത്ത ബഹുഭൂരിപക്ഷം പേരും പറഞ്ഞത് ഈ രീതി തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ ഗുളിക എടുത്തിട്ട് അണ്ണാക്കിൻ്റെ അവിടേക്ക് അല്ലെങ്കിൽ വായുടെ ഉൾഭാഗത്തേക്ക് നമ്മളിങ്ങനെ കൊണ്ട് വയ്ക്കാൻ ശ്രമിക്കുന്നത്? എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാര്യം? ഒന്ന് ആലോചിച്ച് നോക്കൂ. അതെ, ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഗുളിക ഭയങ്കര കയ്പേറിയതാണ്. ആ കയ്പ് അറിയാതിരിക്കാനാണ് നമ്മൾ വായുടെ ഉൾഭാഗത്തേക്ക് ഇടുകയും എത്രയും പെട്ടെന്ന് അത് ആ വഴിയൊന്നും പോയിക്കോട്ടെ, കയ്പ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗുളിക എടുത്തിട്ട് നാവിൻ്റെ ഏറ്റവും പിൻഭാഗത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ വയ്ക്കുന്നത്. ആണല്ലോ, ശരിയാണല്ലോ. ഓക്കെ, ഭൂരിപക്ഷം പേര് ഇതൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഓർക്കുക, നമ്മുടെ വളരെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ നാവിലുള്ള ടേസ്റ്റ് ബഡ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, രുചി മുകുളങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. നാവിൻ്റെ ഓരോ ഭാഗത്തും എല്ലാ ഭാഗത്തും എല്ലാ രുചിയും നമുക്കറിയില്ല. ചിലയിടത്ത് എരിവറിയാം, ചിലയിടത്ത് മധുരമറിയാം, ചിലയിടത്ത് കയ്പറിയാം. അപ്പോൾ ഈ കയ്പറിയുന്ന രുചിമുകുളങ്ങൾ അല്ലെങ്കിൽ ടേസ്റ്റ് ബഡ്സ് നാവിൻ്റെ ഏത് ഭാഗത്താണുള്ളത് എന്നറിയാമോ? നമ്മളിത് പഠിച്ചിട്ടുണ്ട്, സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അത് നാവിൻ്റെ വശങ്ങളിലും പിൻഭാഗത്തുമായിട്ടാണ് ഉള്ളത്. നോക്കൂ, അപ്പോൾ നമ്മൾ ഈ ഗുളിക എടുക്കുന്നു, നേരെ നാവിൻ്റെ ഏറ്റവും പിൻഭാഗത്ത് അണ്ണാക്കിൻ്റെ ആ ഭാഗത്ത് കൊണ്ട് വയ്ക്കുമ്പോൾ കയ്പറിയുന്ന രുചിമുകുളങ്ങൾക്ക് മുകളിലാണ് ഈ ഗുളികയെ വയ്ക്കുന്നത്. അഥവാ കയ്പ് നമുക്ക് കൃത്യമായിട്ട് അറിയും. നാവിൻ്റെ ഈ ഭാഗത്ത്, മുൻഭാഗത്തെ ഭാഗങ്ങളിൽ മധുരമറിയുന്ന ഭാഗങ്ങളുണ്ട്. ഈ ഗുളിക എടുത്തിട്ട് അവിടെയാണ് വയ്ക്കുന്നതെങ്കിൽ കയ്പറിയില്ല. അപ്പോൾ ഗുളിക കഴിക്കാനായിട്ട് നാവിൻ്റെ മുൻഭാഗത്ത് എവിടെയെങ്കിലും വയ്ക്കുന്നു, കയ്പ് അറിയാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വയ്ക്കുന്നു, വെള്ളം കുടിച്ചു, ഗുളിക പോകുന്നു, നമുക്ക് കയ്പ് അനുഭവപ്പെടില്ല. നോക്കൂ, ഇതാണ് സ്റ്റഡിയിങ്ങും ലേണിങ്ങും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലാവുന്നുണ്ട്? ഞാൻ ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് വാക്ക് അത്രത്തോളം പരിചിതമായതുകൊണ്ടാണ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ രുചിമുകുളങ്ങളെക്കുറിച്ച്, ടേസ്റ്റ് ബഡ്സിനെ കുറിച്ച് പഠിക്കുകയും എഴുതുകയും നല്ല മാർക്ക് വാങ്ങിക്കുകയും ചിലപ്പോൾ അതിൻ്റെ ചിത്രമൊക്കെ വരച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ പഠിച്ച ഒരറിവ് നിത്യജീവിതത്തിൽ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ?
നമ്മൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ചില വെബിനാറുകളിലൂടെ ആയിരിക്കാം, ചില ശില്പശാലകൾ അറ്റൻഡ് ചെയ്തിട്ടായിരിക്കാം, ചില വ്യക്തികളിൽ നിന്ന് കേട്ടിട്ടായിരിക്കാം. ഇങ്ങനെ നേടിയെടുക്കുന്ന അറിവുകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നു എങ്കിൽ മാത്രമേ നമ്മളെ സംബന്ധിച്ച് അതൊരു യഥാർത്ഥ പഠനമാകുന്നുള്ളൂ, ലേണിംഗ് ആവുന്നുള്ളൂ. അല്ലെങ്കിൽ അതൊരു അറിവ് മാത്രമായി അവശേഷിക്കുകയാണ്. അപ്പോൾ ഈ അറിവിൽ നിന്ന് നമ്മളുടെ ഒരു പഠനം അല്ലെങ്കിൽ ഒരു ജീവിത നൈപുണി എന്ന രീതിയിൽ അത് നമ്മളിലേക്ക് വരാനായിട്ട് എന്താ ചെയ്യുക? നേടുന്ന അറിവുകൾ അതെന്താണ്, ജീവിതത്തിൽ അതിൻ്റെ സ്ഥാനം എന്താണ്, ഏത് രീതിയിലാണ് അത് ഉപയോഗിക്കേണ്ടത് എന്ന് ചിന്തിക്കുകയും അതിനെ ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും അങ്ങനെ പ്രായോഗികമാക്കുമ്പോൾ അപ്പോൾ പുതിയതായ വേറെയും കുറേ അറിവുകൾ കിട്ടും. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളെ തല്ലരുത് എന്ന് പാരൻറ്റിങ് ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ തല്ലാതെ കുട്ടികളെ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കേണ്ടത് എന്ന് നമ്മൾ പ്രായോഗികമായി ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നത്. ആ ബുദ്ധിമുട്ടുകളിൽ നിന്നാണ് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പിന്നെയും പഠിക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പാരസെറ്റമോൾ പോലെ തന്നെയാണ് നമ്മളിപ്പോൾ AC ഒന്നും ഇല്ലാത്ത ഒരു വീട്ടിലേക്ക് ഉച്ചയ്ക്ക് ശേഷം മുറിക്കകത്ത് ചൂട് വരാതിരിക്കാൻ പലവരും ചെയ്യുന്ന ജനലുകളെല്ലാം തുറന്നിട്ട് ഫാനൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ്. നോക്കൂ, പുറത്തെ ടെമ്പറേച്ചർ ചൂട് ഒരു 38-39 ഡിഗ്രിയൊക്കെ ആണെന്ന് വിചാരിക്കുക. ചൂട് കൂടിയ വെള്ളവും തണുത്ത വെള്ളവും തമ്മിൽ യോജിപ്പിച്ചാൽ എന്താ കിട്ടുക? അഥവാ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? രണ്ടും കൂടെ ചേർന്ന് ഒരേ ടെമ്പറേച്ചറിലേക്ക് എത്തുന്നു. ചൂട് കൂടിയ ഭാഗത്തുനിന്ന് ചൂട് കുറഞ്ഞ ഭാഗത്തേക്ക് ചൂട് പ്രവഹിക്കുകയും അതിൻ്റെ ഒരു ആവറേജിലായിരിക്കും എത്തുക. നമ്മൾ വീട്ടിലെ ജനലുകളൊക്കെ ഉച്ചയ്ക്ക് വീട്ടിൽ സുഖമായി ഇരിക്കാനായിട്ട് തണുപ്പിന് വേണ്ടി തുറന്നിട്ട് കാറ്റൊക്കെ വരട്ടെ എന്നാണ് നമ്മൾ പറയുക. അങ്ങനെ ജനലുകളൊക്കെ തുറന്നിടുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് അറിയുമോ? പുറമേ നല്ല ചൂടാണ്, 38-39 ഡിഗ്രി ചൂടുണ്ടെന്ന് വിചാരിക്കും. വീട്ടിനകത്തെ ചൂട് അത്രയും ഉണ്ടാവില്ല. ജനലുകൾ തുറക്കുന്നതോടുകൂടെ ചൂട് കൂടിയ കാറ്റ് ചൂട് കൂടിയ ഭാഗത്തുനിന്ന് തണുത്ത ഭാഗത്തേക്കാണ് വരിക. വെളിയിൽ നിന്ന് ചൂട് കാറ്റുള്ളിലേക്ക് വരികയും ഏറെക്കുറെ വെളിയിലെ ചൂട് തന്നെ മുറിക്കകത്താകുന്നവരേക്കും ഈ പ്രവാഹം തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ശരിക്കും മുറി തണുപ്പിക്കാനാണ് നമ്മളിത് ചെയ്യുന്നത്. സത്യത്തിൽ ചെയ്യുന്നത് മുറിയുടെ ചൂട് കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചൂട് കൂടിയ ഭാഗത്തുനിന്ന് ചൂട് കുറഞ്ഞ ഭാഗത്തേക്കാണ് ചൂട് പ്രവഹിക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പഠനത്തിൽ നിന്ന് അത് കൃത്യമായൊരു ലേണിങ്ങിലേക്ക്, ഒരു പ്രായോഗിക അറിവിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണ്. ഇങ്ങനെ അതിനെ ജീവിത രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയാത്തവരാണ് പലപ്പോഴും തിയറി വേറെ പ്രാക്ടിക്കൽ വേറെ. ഞാൻ MBA ഒക്കെ പഠിക്കുമ്പോൾ പലരും പറയാറുണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ പഠിക്കുന്ന പല തിയറികളും പല സിദ്ധാന്തങ്ങളും അതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ, റിയൽ ലൈഫിൽ ഇതൊന്നും നടക്കുന്നതല്ല, അവിടെ വേറെ ചിലതാണ് ആവശ്യം എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഈ പഠിച്ച കാര്യങ്ങൾ പ്രായോഗികമാക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെയും ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പുതിയ മെത്തേഡുകളോ അല്ലെങ്കിൽ അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളോ ഉണ്ടാക്കിയെടുക്കും. ചെറിയ മാറ്റങ്ങളിലൂടെ നമുക്ക് ആ സിദ്ധാന്തത്തെ, ആ തിയറിയെ പ്രായോഗികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ധാരാളം കഴിഞ്ഞിട്ടുണ്ട്. അതായത് തിയറി വേറെ പ്രാക്ടിക്കൽ വേറെ എന്ന് പറയുന്ന പലവരും യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ആ സിദ്ധാന്തത്തെ, തിയറിയെ ജീവിതത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട്, വിവർത്തനം ചെയ്യാനായിട്ട്, പരിവർത്തനം ചെയ്യാനായിട്ട് അറിയാതെ പോകുമ്പോഴാണ് തിയറി വേറെയാണ് പ്രാക്ടിക്കൽ വേറെയാണ് എന്ന് പറയുന്നത്. ഇത് രണ്ടും വേറെ വേറെ അല്ല. നമുക്കിതിനെ പ്രായോഗികമാക്കി മാറ്റാൻ കഴിയണം. പക്ഷെ അതിനായിട്ടൊരു ശ്രമം ആവശ്യമാണ്.
അപ്പോൾ ഇനി തൊട്ട് ഗുളികയുടെ കയ്പറിയാതിരിക്കാൻ ഗുളിക എടുത്തിട്ട് എവിടെയാണ് വയ്ക്കുക? നാവിൻ്റെ ഏറ്റവും ഉള്ളിലോ അതോ മധുരം എവിടെയാണ് അറിയുന്നത്, അല്ലെങ്കിൽ കയ്പറിയാതിരിക്കുന്ന ഭാഗങ്ങൾ എവിടെയാണ് എന്നറിഞ്ഞിട്ട് ഗുളിക നാവിൻ്റെ ആ ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ കയ്പറിയില്ല. ഇത് പ്രായോഗിക പഠനത്തിൻ്റെ ആദ്യ പടി ആവട്ടെ. നമസ്കാരം.